നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും ഫീൽഡ് അസിസ്റ്റന്റിനെയും ടിപ്പർ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം. ചൊവ്വൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുന്നംകുളം നഗരസഭയിലെ റവന്യൂ ഉദ്യോഗസ്ഥൻ മരിച്ചു. തണ്ണീർത്തടങ്ങളുള്ള വനപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന 3 വിരലൻ പൊന്മാനെ മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. കൊരട്ടിയിലെ ചായക്കടയിൽ ചായ ഒന്നിന് 10 രൂപ മാത്രം. ഇത് പാചകവാതകത്തെ അകറ്റി നിർത്തുന്ന തന്ത്രം. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി അറിയാം. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും ഫീൽഡ് അസിസ്റ്റന്റിനെയും ടിപ്പർ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം. ലോറി ഉടമയടക്കം 2 പ്രതികൾ അറസ്റ്റിൽ. വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപം ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ടിപ്പർ ലോറി ഉടമ വെങ്ങണിശ്ശേരി സ്വദേശി കോരൻ വീട്ടിൽ മിഥുൻ, കൂട്ടാളിയായ പഴുവിൽ സ്വദേശി മാപ്പുലിയിൽ വീട്ടിൽ നിഷിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഏതാനും ദിവസം മുമ്പ് മണ്ണെടുപ്പ് നടക്കുന്ന വിവരം അറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. വാഴയ്ക്ക് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കുഴിയെടുക്കുകയാണെന്നായിരുന്നു മണ്ണെടുക്കുന്നവർ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. എന്നാൽ മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. ഇതിനു പിന്നാലെ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുന്നതായി വില്ലേജ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. ഇതോടെ വില്ലേജ് ഓഫീസർ IN ഷിനോദ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് KA ഷാജി എന്നിവർ 2 ബൈക്കുകളിലായി ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ സ്ഥലത്ത് വീണ്ടും പരിശോധനയ്ക്കെത്തി. ഇതിനിടെ മണ്ണ് കയറ്റി പോകാൻ ശ്രമിച്ച ലോറിക്ക് മുന്നിൽ ബൈക്ക് നിർത്തി ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ ലോറി ഉടമ മിഥുൻ ഉദ്യോഗസ്ഥർക്ക് നേരെ വധഭീഷണി മുഴക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റതിനു പിന്നാലെ വില്ലേജ് ഉദ്യോഗസ്ഥർ ചേർപ്പ് പോലീസിനെ ഫോണിൽ വിവരം അറിയിച്ചു. ഇതോടെ മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി സ്ഥലത്ത് നിന്ന് മാറ്റാനായി ഉടമയുടെയും കൂട്ടാളിയുടെയും ശ്രമം. മുന്നിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വകവയ്ക്കാതെ ലോറി ഉടമ ഇരുവരുടെയും ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ച് ലോറിയുമായി രക്ഷപ്പെടുകയായിരുന്നു. ലോറി അതിവേഗത്തിൽ വന്നതോടെ ഇരുവശത്തേക്കും ചാടിമറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അപകടത്തിൽ 2 ബൈക്കുകളും തകർന്നു. ഉദ്യോഗസ്ഥർ ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സംഭവത്തിന് തൊട്ടുപിന്നാലെ ചേർപ്പ് SI K ഷിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലോറി ഉടമയെയും കൂട്ടാളിയെയും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മണ്ണ് കടത്താൻ ശ്രമിച്ച ടിപ്പർ ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. തൃശൂർ ചേർപ്പ് സംസ്ഥാന പാതയിൽ ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമാണ് അപകടം. തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിൽ ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച ബൊലേറോ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൊലേറോ ജീപ്പ് എതിരെ വന്ന യൂബർ ടാക്സിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൊലേറോ ജീപ്പ് റോഡിൽ തെന്നിമറിഞ്ഞു. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ KY ജിജോ, ഊബർ കാറിലുണ്ടായിരുന്ന യുവതി എന്നിവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇരുവരെയും ഉടൻ തന്നെ കുറുക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുന്നംകുളം നഗരസഭയിലെ റവന്യൂ ഉദ്യോഗസ്ഥൻ മരിച്ചു. റവന്യൂ വിഭാഗം ക്ലർക്കായി ജോലി ചെയ്യുന്ന വേലൂർ വെള്ളാറ്റഞ്ഞൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. സുഹൃത്തിന്റെ ബൈക്കിന് പിറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇദ്ദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മരിച്ചത്. 3 വർഷത്തിലധികമായി കുന്നംകുളം നഗരസഭയിൽ ജോലി ചെയ്യുന്നു. അവിവാഹിതനാണ്. തണ്ണീർത്തടങ്ങളുള്ള വനപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന 3 വിരലൻ പൊന്മാനെ മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. റെയിൽവേയിൽ എഞ്ചിനീയറായ കടമ്പോട് പള്ളായി വീട്ടിൽ PS ബാബുവിന്റെ വീട്ടുമുറ്റത്താണ് മീൻകൊത്തി ചിന്നൻ അഥവാ ഓറിയന്റൽ ഡ്വാർഫ് കിങ്ഫിഷർ എന്ന കുഞ്ഞു പക്ഷിയെ കണ്ടത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ അവശനിലയിൽ കിടക്കുകയായിരുന്നു. പറക്കാൻ പ്രയാസപ്പെടുന്നതായി കണ്ടപ്പോൾ ബാബു കിളിക്ക് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചതോടെ ആരോഗ്യനില മെച്ചപ്പെട്ട 3 വിരലൻ പൊന്മാൻ സമീപത്തെ മരച്ചിലയിലേക്ക് പറന്നു കയറിയെങ്കിലും തുടർന്ന് പറക്കാൻ കഴിയാതിരുന്നതിനാൽ മരച്ചിലയിൽ തന്നെ ഇരിപ്പായി. ഒരു കണ്ണിന് പരിക്കേറ്റ നിലയിലാണ് കിളി. പറന്നുപോകാൻ കഴിയാത്തത് കണ്ണിലെ പരുക്കു മൂലമാണെന്നാണ് കരുതുന്നത്.
പറക്കാൻ പ്രാപ്തനാകും വരെ കിളിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ബാബുവും കുടുംബവും. ദിവസങ്ങളോളം കാട്ടിൽ അലഞ്ഞാലും ഈ നീർപക്ഷിയെ എളുപ്പത്തിൽ കണ്ടുകിട്ടാറില്ലെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. ജനവാസ മേഖലയിൽ വളരെ അപൂർവമായി മാത്രം കാണാറുള്ള പക്ഷിയാണ് ഇതെന്നും തട്ടേക്കാടടക്കം വളരെ കുറച്ചു പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ ഇനം കുഞ്ഞൻ പക്ഷി കടമ്പോട് പ്രദേശത്തെത്തിയത് കൗതുകം ഉളവാക്കുന്നു എന്നും അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകനായ അശോകൻ മാഷ് പറയുന്നു. ചുവന്ന ചുണ്ട്, മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ള അടിഭാഗം, ഇളം ചുവപ്പ് കലർന്ന തലയും കഴുത്തും, നീലയും കറുപ്പും കലർന്ന പുറംഭാഗം എന്നിവയാണ് കുഞ്ഞൻ പക്ഷിക്കുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യൻ ഭൂപ്രദേശങ്ങളിലുമാണ് ഇവയെ സാധാരണയായി കാണപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങളിൽ സാധാരണയായി അരുവികൾക്കോ കുളങ്ങൾക്കോ സമീപമാണ് ഇവ ജീവിക്കുന്നത്. കൊരട്ടിയിലെ ചായക്കടയിൽ ചായ ഒന്നിന് 10 രൂപ മാത്രം. ഇത് പാചകവാതകത്തെ അകറ്റി നിർത്തുന്ന സുനിൽ എന്ന കച്ചവടക്കാരന്റെ തന്ത്രം. പാചകവാതകത്തിന് വിലയേറി വരുന്നു, കിട്ടാനും എളുപ്പമല്ല. എന്നാലും ആളുകൾക്ക് ന്യായവിലയ്ക്ക് ചായ കൊടുക്കണമല്ലോ. ഇതിന് കൊരട്ടിയിലെ ചായക്കടക്കാരൻ സുനിൽ കണ്ടെത്തിയ ഉപായമാണ് ഈർച്ചപ്പൊടി അടുപ്പിൽ സാധനങ്ങൾ തയ്യാറാക്കൽ. കുറഞ്ഞ ചെലവിലെ പാചകമായതിനാൽ കൊരട്ടി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടരികിലെ സുനിലിന്റെ കടയിൽ ചായ 10 രൂപയ്ക്ക് വിൽക്കാനാകുന്നു. നാടൻ കടയിലെ ഒന്നാന്തരം ചായയുടെ രുചി നുണയാൻ നിരവധി നാട്ടുകാർ സ്ഥിരമായി എത്തുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് മരക്കമ്പിയിൽ നിന്ന് ഈർച്ചപ്പൊടിയും പച്ചക്കറി കടകളിലെ തക്കാളിപ്പെട്ടികളുമാണ് ഇന്ധനത്തിന് പകരമുള്ള വസ്തുക്കൾ. ഈയിടെ സംഘടിപ്പിച്ച തകരയടുപ്പിൽ പൊടി നിറയ്ക്കലും കത്തിക്കലും എല്ലാം 56-കാരനായ സുനിൽ തന്നെ ചെയ്യും. കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ ചെയ്തിരുന്ന അറക്കപ്പൊടി അടുപ്പ് ഉപയോഗമാണ് ആധുനിക കാലഘട്ടത്തിലും ഇയാളുടെ ആവർത്തനം. ഭാര്യ ഷീബയാണ് സഹായി. ചായയ്ക്ക് പുറമെ നാടൻ പച്ചക്കറി വിൽപ്പനയുമുണ്ട്. മധുര കോട്സിൽ തൊഴിലാളിയായിരുന്ന പിതാവ് കൊച്ചത്ത് ശങ്കരൻ 1970 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് കൊച്ചു ചായക്കട. ഇളയ മക്കളായ അനിലും വിനോദും ഏറ്റെടുത്തു നടത്തിയെങ്കിലും പിന്നീട് കച്ചവടം സുനിലിന്റെ ദൗത്യമായി. ഇപ്പോൾ 33 വർഷം പിന്നിടുകയാണ്. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ. കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിന് മുന്നിലെ ഇടുങ്ങിയ റോഡാണ് പൂർണ്ണമായും തകർന്ന് ചെളിക്കുളമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും വെള്ളക്കെട്ടുണ്ടായതും. ഇതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങളിലേക്കും ഇരുചക്ര വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന പ്രധാന ലിങ്ക് റോഡാണിത്. വലിയ വാഹനങ്ങളുടെ തിരക്കില്ലാതെ യാത്ര ചെയ്യാമെന്നതിനാൽ ഒട്ടനവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് പ്രതിദിനം ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ടൗൺ ഹാൾ പരിസരത്ത് സജീവമായ ഓട്ടോറിക്ഷ പാർക്കിംഗും ഇടുങ്ങിയ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിലെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. ചെളി നിറഞ്ഞ റോഡിലൂടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കാതെ നടന്നു പോവുക എന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയാണ്. അധികൃതർ എത്രയും വേഗം റോഡ് റീടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകു ശല്യവും പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 45 രൂപ കൂടി ഗ്രാമിന് 14,660 രൂപ, പവന് 1,17,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. വല്ലച്ചിറയിൽ മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച വില്ലേജ് ഓഫീസറെയും ഫീൽഡ് അസിസ്റ്റന്റിനെയും ടിപ്പർ ലോറി കയറ്റി കൊലപ്പെടുത്താൻ ശ്രമം. ചോഹൂരിൽ കാറും ജയിൽ വകുപ്പിന്റെ ജീപ്പും കൂട്ടിയിടിച്ച് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അടക്കം 2 പേർക്ക് പരിക്ക്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുന്നംകുളം നഗരസഭയിലെ റവന്യൂ ഉദ്യോഗസ്ഥൻ മരിച്ചു.
തണ്ണീർത്തടങ്ങളുള്ള വനപ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന 3 വിരലൻ പൊന്മാനെ മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് പ്രദേശത്ത് കണ്ടെത്തി. കൊരട്ടിയിലെ ചായക്കടയിൽ ചായ ഒന്നിന് 10 രൂപ മാത്രം. ഇത് പാചകവാതകത്തെ അകറ്റി നിർത്തുന്ന തന്ത്രം. ചളിക്കുളമായി കുന്നംകുളം ടൗൺ ഹാൾ റോഡ്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ദുരിതത്തിൽ. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.